ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സ്റ്റേറ്റിലെ അതായത് കീമിൻ്റെ കീഴിലുള്ള സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൻ്റെ പുതിയ ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതായത് 2025-26 അധ്യയന വർഷത്തെ MBBS കോഴ്സുകളുടെയും BDS കോഴ്സുകളുടെയും തേർഡ് റൗണ്ടിന് ശേഷം, മൂന്നാമത്തെ റൗണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരുന്നു, അതിനുശേഷം ബാക്കിയുള്ള ഒഴിവുകൾ നികത്തുന്നതിനായിട്ടാണ് സ്ട്രേ വേക്കൻസി നടത്തുന്നത്. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്ത കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻസ് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 13 രാത്രി 11:59 വരെ മാത്രമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എൻട്രൻസ് കമ്മീഷണറുടെ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി അവരുടെ ഹോം പേജിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറി അതിൽ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രോസസ്സിനിടയ്ക്ക് ഉണ്ടാകാനിടയുള്ള എല്ലാ ഒഴിവുകളും ഇപ്പം നിലവിൽ ഒരു വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്ക് കീമിൻ്റെ സൈറ്റിൽ ഒരു PDF ആയിട്ട് കിട്ടും. ഞാൻ ആ സെയിം PDF കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആ PDF കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആ PDF കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ആ PDF കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ സൈറ്റിൽ നിന്ന് ആ PDF എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിലവിലുള്ള ഒഴിവുകൾ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റു ഒഴിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ റൗണ്ടിൽ തന്നെ, ഈ സ്ട്രേ വേക്കൻസിയിൽ തന്നെ ഫില്ല് ചെയ്യപ്പെടും. അതുകൊണ്ട് അവിടെ വേക്കൻസിയിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളും കോഴ്സുകളും അതിൽ കൊടുക്കാം. അതായത് MBBS BDS നിങ്ങൾക്ക് ഏത് കോളേജും കൊടുക്കാം, MBBS BDS കോഴ്സുകളും കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുള്ള കോഴ്സും കോളേജും മാത്രമേ കൊടുക്കാവൂ. ഈ സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങളത് എടുത്തില്ലെങ്കിൽ, ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഈ രജിസ്ട്രേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ പിന്നാലെ പറയും. അപ്പോൾ ആ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടിയാൽ പോകും എന്നുറപ്പുള്ള ഓപ്ഷനും ഉറപ്പുള്ള കോഴ്സും കോളേജുമേ വെക്കാവൂ. ഇനി സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ചോദിക്കാനുള്ള സംശയങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കീമിൻ്റെ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മൂന്നാം റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ കീമിൻ്റെ റൗണ്ട് 3ക്കുള്ളിൽ ഇപ്പം നിലവിൽ റൗണ്ട് 1-ലോ റൗണ്ട് 2-ലോ റൗണ്ട് 3-ലോ ഈ 3 റൗണ്ടിൽ എപ്പോഴെങ്കിലും ഒരു സീറ്റ് കിട്ടിയ കുട്ടി, അതായത് നിലവിൽ MBBS-നോ BDS-നോ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ പങ്കെടുക്കാൻ അർഹതയില്ല. ഒന്ന്. രണ്ടാമത്തേത്, മുൻ റൗണ്ടുകളിൽ എപ്പോഴെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ കിട്ടിയതിന് ശേഷം ഈ ഒക്ടോബർ 28 വരെ സമയം തന്നിരുന്നു വേണമെങ്കിൽ റിസൈൻ ചെയ്യാൻ. അപ്പോൾ ആ ഒരു സമയം ഒക്ടോബർ 28 വൈകിട്ട് 5 മണിക്ക് ശേഷം റിസൈൻ ചെയ്തവർക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അർഹതയില്ല. അതിന് മുമ്പ് റിസൈൻ ചെയ്തവർക്ക് പറ്റും, 28-ന് മുമ്പ് റിസൈൻ ചെയ്തവർക്ക് പറ്റും, ഒക്ടോബർ 28-ന് മുമ്പ്, അതിനുശേഷം റിസൈൻ ചെയ്തവർക്ക് പറ്റില്ല. ഇനി മൂന്നാമത്തെ ഏതാണ്, സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം കിട്ടൂല. അത് നിങ്ങളൊരു കോളേജിൽ കയറി, ആ കോളേജിന് കയറിയതിന് ശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് അടുത്ത റൗണ്ടിൽ നമുക്ക് വേറൊരു സീറ്റ്, അത് പറ്റില്ല. ഈ സ്ട്രേയിൽ കിട്ടുന്ന സീറ്റ് കൺഫേം ആയിരിക്കും, ഇതിൽ മാറ്റമില്ല. അതുപോലെ ഫേസ് 1, റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഈ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെയും ഇതിൽ പങ്കെടുപ്പിക്കില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, ഓൾ ഇന്ത്യ റൗണ്ടിൻ്റെ സ്ട്രേ വേക്കൻസിക്ക് ശേഷം അലോട്ടഡ് കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് MCC കൊടുക്കും. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ MCC കൊടുക്കുന്ന ഓൾ ഇന്ത്യ റൗണ്ടിലെ അലോട്ടഡ് കുട്ടികളുടെ ലിസ്റ്റിന് പ്രകാരം ആ ലിസ്റ്റിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അവർ ഓപ്ഷൻ കൊടുത്താൽ പോലും ഇതിൽ പരിഗണിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഓൾ ഇന്ത്യയിൽ സ്ട്രൈക്ക് കൊടുത്തു, സ്റ്റേറ്റിലും സ്ട്രൈക്ക് കൊടുക്കാം. ആദ്യം ഓൾ ഇന്ത്യയുടെ റിസൾട്ട് വരും. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലെ റിസൾട്ട് ആദ്യം വന്നാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്തേ മതിയാവും. അപ്പോൾ അങ്ങനെ ലിസ്റ്റിൽ വന്ന കുട്ടിയെ സ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയെങ്കിൽ ഇത് നഷ്ടപ്പെടുന്നേ ഉള്ളൂ, അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ബാക്കിയുമുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ആദ്യം അവിടെ വരുന്നത് കൊണ്ട് ഓൾ ഇന്ത്യയിലെ സീറ്റ് എടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇനി അടുത്ത കേസ് നോക്കാം, രജിസ്ട്രേഷൻ ഫീസാണ്. അതായത് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസിൻ്റെ ഡീറ്റെയിൽ പറയാം. ഒന്ന്, സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപയാണ് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അതേപോലെ ഗവൺമെൻറ് MBBS, ഗവൺമെൻറ് BDS-ഉം സെൽഫ് ഫിനാൻസിങ് MBBS, സെൽഫ് ഫിനാൻസിങ് BDS-ഉം ഉൾപ്പെടെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഗവൺമെൻറ് മാത്രമാണ് വെക്കുന്നതെങ്കിൽ MBBS മാത്രമായിട്ടോ BDS മാത്രമായിട്ടോ, ഇനി അതല്ല രണ്ടും ചേർത്തോ, അത് ഗവൺമെൻറ് ആണെങ്കിൽ നിങ്ങൾ 10,000-ഉം
നിങ്ങൾ ഈ കോഴ്സുകൾ ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ 25,000 രൂപയുമാണ് അടയ്ക്കേണ്ടത്. അതേപോലെ SC ST അല്ലെങ്കിൽ OEC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളും ശ്രദ്ധിക്കുക, അവരും 5,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് ഫീസ് ആനുകൂല്യം ഉള്ളതുകൊണ്ട് ഫീസിൽ പിന്നീട് കൺസെഷൻ ഉണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് ഇതേ കുട്ടികൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ NRI സീറ്റിലോ മൈനോറിറ്റിയിലോ കയറിയാൽ ഫീസ് ആനുകൂല്യം ഉണ്ടാവില്ല. അവർ മെറിറ്റിൽ കയറിയാൽ അവർക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടാവും. ഇനി മറ്റൊന്നും കൂടി ശ്രദ്ധിക്കുക, ഈ പ്രവേശന കമ്മീഷണർ അതായത് എൻട്രൻസ് കമ്മീഷണർ മുൻ അലോട്ട്മെൻറ്റ് മുഖേന MBBSലോ BDSലോ കോഴ്സിന് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒക്ടോബർ 23 മുമ്പ് അല്ലെങ്കിൽ ഒക്ടോബർ 23 നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഒരു ഡേറ്റ് തന്നിരുന്നു. നമ്മൾ നേരത്തെ ഒക്ടോബർ 28 എന്ന് പറഞ്ഞിരുന്നു. ആ ഒക്ടോബർ 28 മുമ്പ് റിസൈൻ ചെയ്ത കുട്ടികൾക്ക് അവിടെ നിങ്ങളുടെ മുമ്പ് അടച്ച തുകയുണ്ട്. അപ്പോൾ മുമ്പ് അലോട്ട്മെൻറ്റിന് വേണ്ടി MBBSനോ BDSനോ നിങ്ങളൊരു ഫീ അടച്ച് 28 ഒക്ടോബർ 28 മുമ്പ് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ടതില്ല. അത് ഇപ്പോൾ 25,000 രൂപ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങും ഗവൺമെൻറ്റുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 25,000 ടോക്കൺ അടയ്ക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി അവിടെ ഒരു 25,000 മേലെയുള്ള തുക അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. എന്നാൽ നിങ്ങൾ 20,000 അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 5,000 അടച്ചാൽ മതി. അപ്പോൾ അതായത് നിങ്ങളുടെ ഫീ അവിടെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തുക അടച്ചാൽ മതി. കുറവാണെങ്കിൽ, ഇനി കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ അടയ്ക്കേണ്ടതില്ല. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ MBBS BDSനുള്ളത് മാത്രമേ പരിഗണിക്കൂ. ഈ 2 കോഴ്സ് ഒഴികെ ആയുഷ് കോഴ്സസിനോ മറ്റോ ഒരു ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BPharmന് ഒരു ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതിൽ ബാധിക്കില്ല. MBBS BDSുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് അടച്ച ഫീസ് മാത്രമേ പരിഗണിക്കൂ. മറ്റൊരു സ്ട്രീമിൽ അടച്ചതും പരിഗണിക്കില്ല. ഇനി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫീ തിരിച്ചു വന്നോളൂ. അതുപോലെ c.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത് കയറുമ്പോൾ സ്റ്റേ വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നിങ്ങൾ എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതെന്ന് അവിടെ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട, എൻ്റെ ഫീ അവിടെ ബാക്കിയുണ്ടോ, ഞാൻ എത്ര അടയ്ക്കണം എന്നൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫീ കാണിക്കും. ആ ഫീ നിങ്ങൾ അടച്ചാൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ നേരെ പ്രോസസ്സിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഫീ അടയ്ക്കാൻ കാണിച്ചാൽ ഫീ അടയ്ക്കുക, ഫീ അടയ്ക്കേണ്ടെന്ന് കാണിച്ചാൽ അടയ്ക്കേണ്ട. ചിലപ്പോൾ 25,000-ന് 5,000 അടയ്ക്കാൻ, അപ്പോൾ അതിൻ്റെ അർത്ഥം 20,000 അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡാവുകയോ പഴയ കണക്കെടുക്കുകയോ വേണ്ട. നിങ്ങൾ നേരെ ജസ്റ്റ് ആ പ്രൊസീജിയർ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ. ഇനി വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ആദ്യം ആലോചിക്കുകയാണ് ഗവൺമെൻറ് കോളേജ് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് 10,000 രൂപ അടച്ചു, പിന്നെ നിങ്ങൾക്ക് പോകുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കൂടെ വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ടേ വെക്കാവൂ. 10,000 അടയ്ക്കണോ 25,000 അടയ്ക്കണോ എന്ന് ആലോചിച്ചിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. ഇനി അതേപോലെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ BDS കോളേജുകളിലാണ് നിങ്ങൾ സ്റ്റേ വേക്കൻസിക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ ഫീസ് എണ്ണത്തിൽ വകയിരുത്തും. അപ്പോൾ നിങ്ങൾ സീറ്റ് കിട്ടുമ്പോൾ കോളേജിൽ അടയ്ക്കുമ്പോൾ ഇത് കുറച്ചിട്ട് അടച്ചാൽ മതി. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS BDSനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ ഫുൾ ഫീ അടച്ചു, പക്ഷേ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു തരും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ സ്റ്റേ വേക്കൻസിയുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കമ്മ്യൂണിറ്റിയിലും അറിയിക്കാം, പബ്ലിക് നോട്ടിഫിക്കേഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് അത് റീഫണ്ട് വാങ്ങിയാൽ മതി. അതേപോലെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ പ്രൊസീജിയർ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് റീഫണ്ട് വരിക. റീഫണ്ടിൻ്റെ ഡീറ്റെയിൽ പിന്നേ വരുള്ളൂ. അപ്പോൾ അത് തിരിച്ചു കിട്ടിക്കോളും, നഷ്ടപ്പെട്ടില്ല. നിങ്ങളായിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് നിങ്ങളത് എടുത്തില്ലെങ്കിൽ ഈ പൈസ നഷ്ടപ്പെടും. ഓക്കെ. അതായത് സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം പ്രവേശനം നേടാത്ത കുട്ടികളും അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് കിട്ടിയ സീറ്റോ ഇപ്പോൾ കിട്ടിയ സീറ്റോ പിന്നീട് നിങ്ങൾ റിസൈൻ ചെയ്യുകയോ ചെയ്താൽ, അതായത് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, സ്റ്റേയ്ക്ക് ശേഷം നിങ്ങൾ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ സ്റ്റേയ്ക്ക് ശേഷം നിങ്ങൾ സ്റ്റേയിൽ കിട്ടിയ സീറ്റ് റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ സ്റ്റേയിൽ ഒരു സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യുന്നതേ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കും, തിരിച്ചു തരൂല. അതേപോലെ ഓൾറെഡി സീറ്റുള്ള കുട്ടി സ്റ്റേ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്തു പോയാൽ നിങ്ങൾ കോമ്പൻസേഷൻ അടയ്ക്കണം. അതും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും, പഠനം തുടരും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ആ കോളേജും കോഴ്സും വയ്ക്കാവൂ. അതുകൊണ്ട് ആലോചിച്ചിട്ടേ ഈ പ്രോഗ്രാം ചെയ്യാവൂ, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നോക്കുക. നവംബർ 11 ഓൺലൈൻ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. നവംബർ 13 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. 14 നവംബർ 14 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. നവംബർ 15 ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നവംബർ 16 തുടങ്ങി നവംബർ 20 വരെ 4 മണി വരെ, നവംബർ 20 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ടാവും. ഇനി ഇതാണ് ഈ പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശ ഡീറ്റെയിൽസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വരികയോ ഡേറ്റ് എക്സ്റ്റൻഷൻ വരികയോ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയോ ചെയ്താൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ത്രൂ വാട്സപ്പ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ നല്ലത് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം വാട്സപ്പ് അയക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, ബാക്കി അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.